തനിയേ തേങ്ങുന്നിതാ ഇരുളിൽ പൊൻതാരകം ചിരിയിൽ വിരിയുമ്പോഴും പൊഴിയും ഈ ജീവിതം 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 അകലുന്നൊരു ജീവസന്ധ്യയും എരിയുന്നൊരു പകൽ നാളകം മഴനൂലുകൾ ഇഴനെയ്യുമീ കുളിരോർമ്മയും ഇനി നിന്റെയായി അറിയുന്നതും പറയാത്തതും നിറയും കാലം നിന്റെ കാന്തമൗനത്തിൻ നിറനിലാവിൽ ജീവിതം ജീവിതം കോവിലകത്ത് തിരിച്ചെത്തുന്ന നന്ദനയോട് കാര്യങ്ങൾ ചോദിക്കുന്ന പ്രതിഭ. സുമിത്ര ശേഖരനെ അന്വേഷിച്ചെത്തുന്നു. ശേഖരന്റെ ഭാര്യയെ കണ്ടു ഞെട്ടുന്ന സുമിത്ര. പ്രതിഭ നന്ദനയുടെ മുൻകാല ചരിത്രങ്ങൾ കാർത്തികയെ അറിയിക്കുന്നു. കാർത്തിക നന്ദനയ്ക്കെതിരെയുള്ള വിവരങ്ങളുമായി വസുന്ധരയുടെ അടുക്കൽ. ഇനി തുടർന്ന് കാണുക. ഹലോ. ആ ഉദയ, ആ എന്താമേ? നീ ഇപ്പൊ എവിടെയാ? ഞാൻ കാറില്. സത്യം പറ, എവിടുണ്ട് നീ? ഞാൻ ചിലത് അറിഞ്ഞിട്ടാ വിളിക്കുന്നത്, പറയേ. ഇപ്പൊ വർക്ക്ഷോപ്പിലാ ഉള്ളത്. കാറിന് ചെറിയൊരു തകരാറ്. എന്ത് തകരാറ്? മെക്കാനിക് അത് നോക്കിക്കൊണ്ടിരിക്കുക. ഏത് വർക്ക്ഷോപ്പാ? അതിപ്പോ ഹൈവേയുടെ സൈഡാ. സ്ഥലപ്പേരില്ലേ? സ്ഥലപ്പേര് എന്താ പറയാൻ നിനക്ക് വിഷമമുണ്ടോ? എന്തിനാ ഇതൊക്കെ അറിയുന്നത്? അതൊക്കെ നീ വന്നിട്ട് ഞാൻ പറയാം. വണ്ടി ബ്രേക്ക് ഡൗൺ ആയതുകൊണ്ട് യാത്ര നാളത്തേക്ക് മാറ്റി വെച്ചിരിക്കുക. നീ നന്ദനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉദയ, നിങ്ങൾക്കിടയിൽ വല്ല പ്രശ്നമുണ്ടോ എന്നാ ഞാൻ ചോദിക്കുന്നത്. ഇതുവരെ ഇല്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കണോ? അമ്മ എന്താ പരസ്പര ബന്ധമില്ലാതെ ഓരോന്നെങ്കിലും ചോദിക്കുന്നത്? അമ്മ കാര്യം എന്താണെന്ന് തുറന്നു പറയൂ. ഹലോ. ടാക്സി വിളിച്ച് എന്നെ ഇങ്ങോട്ട് വിട്ടതി പിന്നെ ഒന്ന് വിളിച്ചിട്ട് പോലുമില്ല മുത്തശ്ശി. ഞാനും വിളിക്കാൻ പോയില്ല. അങ്ങനെ ഒരു കോള് ഞങ്ങൾ രണ്ടുപേരും പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഫോൺ ഓഫാക്കി വെച്ചു. എങ്കിലും തുടങ്ങി വെച്ച വഴിയിലൂടെ മുന്നോട്ട് പോവാനാ ഞാൻ ഉദ്ദേശിക്കുന്നത്. താങ്ങായും തണലായും കൂടെ ആരും ഉണ്ടാവുമെന്നറിയില്ല. ആരും പ്രതീക്ഷിക്കാതിരിക്കുന്നതാ നല്ലതെന്നാ തോന്നുന്നത്. അനുഭവം തന്ന പാടാത. എല്ലാ പ്രത്യാശകളും മങ്ങുമ്പോഴും
കൈപിടിച്ചുയർത്താൻ ഒരാളുണ്ടെന്ന് ഞാൻ വിശ്വസിച്ചു. അടുത്തെത്തിയിട്ടും ആ കയ്യിൽ കൈ ചേർത്ത് പിടിക്കാൻ വിധി സമ്മതിച്ചില്ല. ഇനി ആരെ പ്രതീക്ഷിക്കാനാ ഞാൻ? എന്റെ സങ്കടങ്ങളൊക്കെ മുത്തശ്ശിയോട് പറയരുതെന്ന് ഞാൻ എപ്പോഴും വിചാരിക്കും. പിന്നത് മറന്നുപോവും. ആരോടെങ്കിലും ഒന്ന് മനസ്സ് തുറക്കണ്ടേ? നന്ദന, ദാ ഒരു കോളുണ്ട്. ആര്? വസുന്ധരാമയ്യ. സംസാരിക്കേ, പിടിക്കുന്നേ. അമ്മേ. നന്ദനെ, ഉദയന്നൂര് പോയ വിവരം നീ എന്നോടൊന്ന് വിളിച്ചു പറഞ്ഞില്ലല്ലോ. അതമ്മേ, വിളിച്ചു പറഞ്ഞു കാണുമെന്ന് ഞാൻ കരുതി. ഉദയനോ? നന്നായി. അവന്റെ സ്വഭാവം അറിയില്ലേ നിനക്ക്? വീട്ടിൽ നിന്നിറങ്ങിയ വീട്ടുകാരെ മറക്കും. ഞാനിവിടെ മുത്തശ്ശിയെ കണ്ടപ്പോ സാരമില്ല, മനസ്സിലായി എനിക്ക്. ഇത്രയും ദിവസം അകന്നു നിന്നിട്ട് കണ്ടതല്ലേ. കാറിന് എന്തോ കുഴപ്പം, അതുകൊണ്ടാ ഇന്നത്തേക്ക് യാത്ര മാറ്റിവെച്ചത്. അതെന്തുകൊണ്ടും നന്നായി. യാത്ര പിന്നെയും ആവാല്ലോ. കേടായ കാർ കൊണ്ട് പോകുന്നതൊക്കെ അപകടമാ. അല്ല മേം, അവിടെ വിളിച്ചിരുന്നോ ഇപ്പോഴെങ്ങാനും? ഉദയം വിളിച്ചില്ല, പ്രതിഭ ഫോൺ ചെയ്തിരുന്നേ. അങ്ങനെയാ വിവരം അറിയാൻ കഴിഞ്ഞത്. അമ്മേ, കാറ് ശരിയാക്കി കഴിഞ്ഞുടനെ ആളിങ്ങെത്തും. എന്നിട്ട് ട്രിപ്പ് തുടരാന്നാ പറഞ്ഞത്. എങ്ങനുണ്ട് ഉദയൻ? അതെന്താ അമ്മ അങ്ങനെ ചോദിച്ചത്? ചിലപ്പോ പെട്ടെന്ന് അവന്റെ സ്വഭാവം മാറുന്നത്. ഒരു കാര്യമില്ലാതെ ദേഷ്യപ്പെടും. മോളോട് അങ്ങനെ വല്ലതും ഉണ്ടായോ? ഇല്ല. നിങ്ങള് തമ്മി അലോഹ്യൊന്നുമില്ലല്ലോ? ഒന്നും രണ്ടും പറഞ്ഞ് മുഷിയോ അങ്ങനെ വല്ലതും? ഒന്നുമില്ലമ്മേ. യാത്ര ഇടയ്ക്ക് വെച്ച് മുടങ്ങിപ്പോയതിലുള്ള വിഷമേ ഉള്ളൂ. അതിനോട് പറയുകയും ചെയ്തു. അമ്മേ, പിന്നെ രാവിലെ ഒരു വിശേഷം ഉണ്ടായവിടെ. എന്റെ കയ്യിൽ നിന്ന് ഒരു ചായക്കപ്പ് താഴെ വീണ് പൊട്ടി. ഉദയം വഴക്കു പറഞ്ഞു മോളെ? ഇല്ല. താഴേന്ന് അതിന്റെ കഷ്ണങ്ങൾ പെറുക്കിയെടുക്കുമ്പോ എന്റെ കൈ മുറിയുന്നായിരുന്നു പേടി. ആള് ഇത്ര പാവാന്ന് ഞാൻ വിചാരിച്ചില്ലമ്മേ. അത്രേ ഉള്ളൂ അവൻ. ശരി മോളെ, ഇനി ഞാൻ പിന്നെ വിളിക്കാം. അല്ല, മോളുടെ ഫോണിന് എന്തു പറ്റി? വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. അത് ചാർജ് തീർന്നു കാണോ അമ്മേ? ശരി മോളെ. അല്ല, ആ സ്ത്രീയെ കാണാൻ എങ്ങനെയുണ്ടമ്മേ? സുന്ദരിയാണോ? എന്തിനാ സൗന്ദര്യ മത്സരത്തിന് കൊണ്ടുപോകുന്നുണ്ടോ നീ? ശേഖരമാവനുമായി ലൈനായ പാർട്ടിയല്ലേ, അതുകൊണ്ട് ചോദിച്ചതാ. അവളുടെ ഒരു ലൈന് എന്ത് കാര്യം പറഞ്ഞാലും ആ വഴിക്ക് ചിന്തിക്കൂ. അനുഭവം എത്ര ഉണ്ടായാലും പഠിക്കില്ല. നീ നോക്കണ്ട, എല്ലാവരെയും ചേർത്താ പറഞ്ഞത്. ശേഖരേട്ടൻ ഇങ്ങനെ എന്നെ പറ്റിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഇപ്പോഴീ കാണിച്ചത് മാത്രമാണോ പറ്റിപ്പ്? നമ്മുടെ കാശിന്റെ കാര്യോ? അതെന്താ അമ്മ മിണ്ടാത്തത്? ഞാനും അത് തന്നെ പറയാൻ തുടങ്ങുമായിരുന്നു. നമ്മുടേതായിട്ട് 7 ലക്ഷം രൂപ ഉണ്ടാവും ശേഖരമാവന്റെ കയ്യില്. 7-8 നീ കൂട്ടി പറയൊന്നും വേണ്ട. അപ്പോഴും ആങ്ങളുടെ സൈഡിലാ അമ്മ. പിന്നെങ്ങനെ ശരിയാവുന്നേ? ഞാൻ ആരുടെ സൈഡ് പറയുന്നില്ല, നിർത്തി അതൊക്കെ. നമ്മുടെ അച്ഛന്റെ ഇൻഷുറൻസ് തുക മുതലൊന്ന് കൂട്ടി നോക്കിക്കേ, അപ്പൊ അറിയാൻ കണക്ക്. അതിനു മുമ്പോ സുധേച്ചിയുടെ കല്യാണം നടത്തിയത് എങ്ങനെയാ? ശേഖരമാമ വധുവിന്റെ അച്ഛനായിട്ട് അഭിനയിച്ച് നടന്നതേ ഉള്ളൂ. ചെലവ് മുഴുവൻ നടത്തിയത് നമ്മുടെ അച്ഛനാ. അതായത് നമ്മൾ അനുഭവിക്കേണ്ട പണമാ അവർക്ക് വേണ്ടി ചെലവാക്കിയത്. അമ്മ എന്തൊന്നും മിണ്ടാത്തെ? ഒന്നും പറയാനില്ലേ? ഞങ്ങൾ പറയുന്നത് സത്യമല്ലേ? അതോ ആങ്ങളുടെ ഭാഗത്ത് ന്യായം കണ്ടെത്തുവാണോ? അല്ല, ഈ കാര്യത്തിൽ നിങ്ങൾ പറയുന്നത് ന്യായം. 1000 രൂപ ഞാനും കൊടുത്തിട്ടുണ്ട്. അത് ശരി, കേട്ടോ മനീഷേട്ടാ? പനക്കല വസ്തു വിറ്റപ്പോ അതിൽ നിന്ന് ഒരു പങ്ക് ശേഖരേട്ടൻ കൊണ്ടുപോയി. അങ്ങനെ വരട്ടെ. അതിന് ആ സമയത്ത് സ്ഥിരം വീട്ടിൽ ലോഹി അടിച്ചു വന്നതല്ലേ? അമ്മയ്ക്ക് ഇത് വരണം. മക്കളെക്കാൾ ആങ്ങളെ സ്നേഹിച്ചതിന്റെ ഫലം കിട്ടിയില്ലേ? എടി, നഷ്ടം നമുക്കാ.
ഞാൻ എന്തെങ്കിലും പറഞ്ഞപ്പോഴൊക്കെ അമ്മ തടഞ്ഞിട്ടുണ്ട്. അമ്മാവനാണ് ബഹുമാനിക്കണം പോലും. കൊള്ളയാ മനുഷ്യൻ നടത്തിയത്. ഞാൻ ചെന്ന് പ്രശ്നം ഉണ്ടാക്കും, പിടിച്ചു നിർത്തി പൈസയും വാങ്ങിക്കും. വഴക്കിനൊന്നും പോവണ്ട മനീഷേട്ടാ. ദേ, നിന്റെ അഭിപ്രായം ചോദിച്ചില്ല. ഇത് ഞങ്ങളുടെ കുടുംബകാര്യമാ. രണ്ടുപേരെയും കൂട്ടിക്കൊണ്ടാ ഞാൻ പോകുന്നത്. അങ്ങനെ ഇപ്പൊ അയാൾ എടുക്കാനാവണ്ട. നമുക്കേ തരാനുള്ള തരട്ടെ. വേണ്ട മനീഷേ. ദേ പിന്നെ അമ്മ ശേഖരേട്ടന് പണം കൊടുത്തത് നിങ്ങളാരുമല്ല, ഞാനാ. അത് തിരിച്ചു വാങ്ങിക്കാനുള്ള ഉത്തരവാദിത്വം എനിക്കാ. വേണ്ട എന്താന്ന് വെച്ചാ ഞാൻ ചെയ്തോളാം. ആ ചെയ്താ മതി. ഒരു മിനിറ്റ്. പോയതുപോലെ തന്നെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. അതേസമയം പോയതുപോലെയല്ല നമ്മൾ മടങ്ങി വന്നിരിക്കുന്നത്. മനസ്സിലായില്ലേ? കഴിഞ്ഞുപോയ 2 പകലിനൊരു രാത്രിക്കുമിടയിൽ നമ്മൾ പല കാര്യങ്ങളും സംസാരിച്ചു. എന്നാ അത് നമുക്കിടയിൽ മാത്രം ഒതുങ്ങിയിരിക്കേണ്ട മാറ്ററുകളാണ്. ഇവിടെ അമ്മയുടെയും മറ്റുള്ളവരുടെയും കാഴ്ചപ്പാടിൽ നമ്മൾ പഴയതുപോലെ തന്നെ. ഇപ്പൊ മനസ്സിലായോ? ഞാനും അത് തന്നെയാ വിചാരിച്ചത്. ഗുഡ്. നമ്മൾ തമ്മിലുള്ള കരാർ വർക്കൗട്ടായി തുടങ്ങി. ഇങ്ങനെ പോയ എല്ലാവരുടെയും കണ്ണിൽ പൊടിയിട്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാം. ഒരു ലൈഫ് ലോങ് യാത്രയല്ല ഞാൻ ഉദ്ദേശിച്ചത്. പിരിഞ്ഞു പോയേ പറ്റൂ എന്ന് തോന്നുന്നവരെ. ഒന്ന് റെസ്പോണ്ട് ചെയ്തിരുന്നേ കൊള്ളായിരുന്നു. സമ്മതം. ഓക്കെ. ഊട്ടിയിലെ കാലാവസ്ഥ പ്രതികൂലം. കാറാണെങ്കിൽ ബ്രേക്ക് ഡൗൺ ആയി. സ്റ്റോറി ബോർഡിൽ സംശയമൊന്നുമില്ലല്ലോ? ഇല്ല. നന്ദന വേണം അത് പ്രസന്റ് ചെയ്യാൻ. താൻ പറഞ്ഞ അമ്മ വിശ്വസിക്കും? അമ്മയുടെ മുഖത്ത് നോക്കി പച്ചക്കള്ളം പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. എങ്കിൽ പിന്നെ ഞാൻ പറയാം. താൻ സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി. ഇറങ്ങിക്കോ. ഉദയ, എല്ലാവരുടെയും കയ്യിൽ ഫോണുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ? ഒരാവശ്യത്തിന് വിളിച്ച ഒരാളെയും കിട്ടത്തില്ല. കിട്ടിയിട്ടെന്തിനാ? ഫോണിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച കേടായ കാറ് ശരിയാവോ? എവിടെ വെച്ചായിരുന്നു നന്ദനെ കാറ് കേടായത്? അത് പിന്നെ സ്ഥലം കൃത്യമായിട്ട് നോട്ട് ചെയ്തിട്ടുണ്ടാവില്ല. അതോ ഉണ്ടോ? കാറിന്റെ പ്രശ്നം ഇന്നല്ലേ? നിങ്ങൾ ഊട്ടിയിലേക്ക് പോകാൻ ഇറങ്ങിയിട്ട് യാത്ര മാറ്റിയതെന്താ? ക്ലൈമറ്റ്. താങ്ങാൻ വയ്യാത്ത തണുപ്പാണ് അവിടെ. ഇത്രയും ദൂരം വണ്ടി ഓടിച്ചിട്ട് ഊട്ടി ചെന്നിട്ട് കൊടുന്തണുപ്പിൽ റൂമിലടച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? എങ്കിൽ പിന്നെ ഇവിടെ ഇരുന്നാ പോരെ. നന്ദനെ അതന്നെ പറഞ്ഞത്. അവിടെ തണുപ്പാണെന്ന് അറിഞ്ഞത് എന്തായാലും നന്നായി. അല്ലെങ്കിൽ അവിടെ ഞാൻ എത്തിയിട്ട് ആ കാറ് ബ്രേക്ക് ഡൗൺ ആയതെങ്കിൽ പെട്ടുപോയനെ. ആ കാർ ഓടിച്ചു തന്നെയല്ലേ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? അല്ല, അത് തൽക്കാലത്തേക്കൊന്ന് ശരിയാക്കിയെന്നേ ഉള്ളൂ അല്ലേ? എഞ്ചിൻ അഴിച്ചു പണിയണമെന്നാ വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞത്. ഇനിയിപ്പോ അതിന് പണം ഉണ്ടാക്കണം. എങ്കിലത് പിന്നെയെന്ന് വെച്ചത് എന്തിനാ? വർക്ക്ഷോപ്പിൽ കൊടുത്തിട്ട് പോരായിരുന്നില്ലേ? നാളെ ആയാലും വണ്ടി ഇറക്കണ്ടേ? നന്ദൻ എന്താ ഒന്നും ഉണ്ടായിരിക്കുന്നത്? ഊട്ടിക്ക് പോകണമെന്ന് പ്ലാൻ ചെയ്തതും യാത്ര പോസ്റ്റ്പോൺ ചെയ്യാൻ പറഞ്ഞതൊക്കെ ഇയാളല്ലേ? തടസ്സങ്ങൾ വന്നപ്പം മനസ്സ് മടുത്തമ്മേ. ഇവിടെ വച്ചേ ഞാൻ പറഞ്ഞതാ ഊരി ചുറ്റാൻ പോകണ്ടെന്ന്. മനസ്സില്ലാ മനസ്സോടെ കാര്യത്തിന് ഇറങ്ങിയാൽ ഇങ്ങനെ ഇരിക്കും. ഞാൻ എന്റേതായ ആവശ്യത്തിന് എങ്ങോട്ടെങ്കിലും പുറപ്പെട്ട അമ്മ തടസ്സം പറയല്ലോ. ഇപ്പൊ മനസ്സിലായില്ലേ അനുഭവം? അതിനിടയിൽ പുതിയൊരു കണ്ടുപിടുത്തം നടത്തിയോ നീ? അപ്പോഴും അമ്മ കാര്യം മനസ്സിലാക്കുന്നില്ല. പഴി പറയാൻ എന്തെങ്കിലും സ്പേസ് ഉണ്ടോ എന്നാണ് അമ്മ നോക്കുന്നത്. വെറുതെ 2 ദിവസം വേസ്റ്റാക്കി.
ആ ബാഗുമായിട്ടൊന്ന് വരാൻ പറ്റുമോ? എനിക്ക് ഡ്രസ്സ് എടുക്കണം. അല്ലെങ്കിൽ ഇങ്ങോട്ട് തന്നാ മതി, ഞാൻ എടുത്തോളാം. വേണ്ട, ഞാൻ വരാം. അമ്മ രണ്ടുപേരെ ശ്രദ്ധിച്ചോ? ഇത്ര നേരം അവരെ ശ്രദ്ധിക്കായിരുന്നില്ലേ ഞാൻ? ഒരു പരിങ്ങലില്ലേ? ആർക്ക്? കാർത്തികോ? ഓ അല്ലമ്മേ, ഉദയേട്ടനും നന്ദനയ്ക്കും എന്തോ ഒരു പന്തികേടുണ്ട്. ആ അമ്മയ്ക്ക് ചിലപ്പോ അവരോട് ഇഷ്ട കൂടുതലുണ്ട് തോന്നുന്നില്ലായിരിക്കും. അഥവാ തോന്നിയാലും എന്നോട് പറയില്ലെന്ന് എനിക്കറിയാം. എനിക്കങ്ങനെ പക്ഷഭേദം ഒന്നുമില്ല. ഉദയന്നൂരി ആരോ ആരുടെയോ കൂടെ ഒളിച്ചോടിയിട്ടുണ്ട്. പ്രതിഭ പറഞ്ഞതാണേ. ഒരു തവണ നീ പറഞ്ഞു കഴിഞ്ഞ കാര്യമല്ലേ കാർത്തിക അത്? അമ്മ നന്ദനയെ വിളിച്ചു നിർത്തി ഒന്ന് ചോദിക്കുന്നത് നല്ലതായിരിക്കും. ഈ തറവാടിന്റെ അന്തസ്സിന്റെ കൂടി കാര്യമല്ലേ. ഭർത്താവിന്റെ വീടായിട്ടല്ല ഞാൻ ഈ കുടുംബത്തെ കണ്ടിരിക്കുന്നത്. എനിക്കേ അതറിയാം. കാർത്തി ഇനി അത് വിശദീകരിച്ചു തരണ്ട, കേട്ടല്ലോ. അമ്മയുടെ മുമ്പിൽ നിന്ന് ഈസിയായി രക്ഷപ്പെട്ടു. പിടി വീഴുമെന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. താനുണ്ടായതുകൊണ്ടാ പറഞ്ഞതല്ല അമ്മ വിശ്വസിച്ചത്. അത് മനസ്സിലായല്ലോ. ഏത്? അല്ല, ഞാൻ കൂടെ ഉള്ളത് കൊണ്ട് അമ്മ വിശ്വസിച്ചെന്ന്. താൻ കൂടെ ഉള്ളതുകൊണ്ടാ ഇത്തരം ക്രൂഷ്യൽ ആയിട്ടുള്ള സന്ദർഭങ്ങളെ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നത്. അതെ, ഏതെങ്കിലും വെയിറ്റിംഗ് ഷെഡിൽ വഴിയറിയാതെ നിൽക്കുമ്പോ എന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നതല്ല. ഓ, പറ്റിപ്പോയി. രക്ഷപ്പെടണം തോന്നുന്നുണ്ടോ? എന്താ, രക്ഷപ്പെടുത്തുവോ? തുല്യ ദുഃഖിതരായ രണ്ടുപേർക്ക് അതിനെങ്ങനെയാ കഴിയാ? ഇത്തരം കുഴപ്പം പിടിച്ച സന്ദർഭങ്ങളും ചേർന്നതാ ജീവിതമെന്ന് ഒരു നാടകത്തിലും പറയുന്നില്ലേ? 1-2 മണിക്കൂർ കൊണ്ട് കർട്ടൻ വീഴുന്നതാണ് നാടകം. ഇതങ്ങനെയല്ലല്ലോ, അനന്തമല്ലേ. കാണികൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാനും പാടില്ല. കാർത്തികേച്ചിക്ക് എന്തോ സംശയം ഉണ്ടെന്ന് തോന്നുന്നു. അവരുടെ വാക്കുകൾക്ക് അധികം കാതു കൊടുക്കാൻ പോണ്ട. ന്യൂസ് ചോർത്തിയെടുക്കാൻ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ആളാ. ഇപ്പൊ എങ്ങോട്ട് പോകാൻ ഒരുങ്ങുന്നത്? വന്നിട്ട് അധികം സമയമൊന്നും ആയില്ലല്ലോ. അതുകൊണ്ടെന്താ? ഇത്തരം ഇടപെടലുകൾ ഉണ്ടാവരുതെന്ന് നമ്മുടെ കണ്ടീഷനിൽ പറഞ്ഞിട്ടുള്ളതാ. ഒരാള് മാത്രമായി നിബന്ധനകൾ തീരുമാനിക്കുന്നത് ശരിയാണോ? എവിടേക്കാ പോകുന്നതെന്ന് ചോദിക്കുന്നത് ഒരു മര്യാദയല്ലേ? അതിന്റെ ആവശ്യമില്ലെന്നാ പറഞ്ഞത്. ഈ മുറി നമ്മുടെ അഭിനയത്തിനുള്ള വേദിയല്ല. ഈ മുറിക്കുള്ളിൽ ഞാനും നന്ദനയും മാത്രമാണ്. പക്ഷേ ഈ ചുമരുകൾക്കുള്ളിൽ മാത്രമല്ല നമ്മുടെ ജീവിതം. വാതിൽ കടന്ന് പുറത്തേക്കിറങ്ങുന്ന നിമിഷത്തിൽ മുഖപടം അണിഞ്ഞ് മറ്റൊരാളാവാൻ എനിക്ക് കഴിഞ്ഞൊന്നും വരില്ല. അതിന് ശ്രമിക്കണം. അത് നന്ദനയുടെ ഉത്തരവാദിത്വം. എനിക്കറിയാനുള്ള ആഗ്രഹം കൊണ്ടൊന്നുമല്ല എങ്ങോട്ടാ പോകുന്നേന്ന് ചോദിച്ചത്. ഒരു വീടാവുമ്പോ അതാണ് കീഴ്വഴക്കം. അമ്മയും ചേച്ചിയും മറ്റും ചോദിക്കുമ്പോ എനിക്കൊരു മറുപടി കൊടുക്കണം. അന്നേരം മനസ്സ് തോന്നുന്ന എന്താണെന്ന് വെച്ചാൽ അതങ്ങ് പറഞ്ഞാൽ മതി. ഇതൊരു തരം വാശിയാ. ഭാര്യയോട് എന്തെങ്കിലും മിണ്ടിപ്പോയാൽ കുറച്ചിലാണെന്ന് കരുതുന്ന അല്പത്തം. നന്ദന പരിധി വിട്ട് സംസാരിക്കുന്നു. എങ്ങോട്ടെങ്കിലും പുറപ്പെടാൻ നേരം ഭാര്യ ഷർട്ട് ഇട്ട് തരിക, ബട്ടൺസ് ഇട്ട് കൊടുക്കുക, കണ്ണട എടുത്ത് മുഖത്ത് ഫിറ്റ് ചെയ്യുക, വാതിൽ മറവിലേക്ക് മാറിയെന്നൊരു യാത്ര പറച്ചിൽ, എന്നിട്ട് ടാറ്റ പറഞ്ഞിട്ട് പോവുക. ഇതൊക്കെ വളരെ പഴയ കൺസെപ്റ്റാ. ഞാൻ എനിക്ക് ഇഷ്ടമുള്ളപ്പോ പോവും, ഇഷ്ടമുള്ളപ്പോ വരും. അതെന്റെ സ്വാതന്ത്ര്യ. ആ സ്വാതന്ത്ര്യം എനിക്കും ബാധകല്ലേ? എന്റെ ഇഷ്ടത്തിന് ഞാനും പോയിക്കോട്ടെ, എപ്പോഴെങ്കിലും തിരിച്ചു വരാം. വൈ നോട്ട്? തനിക്കും ആവാം. ഞാൻ ചോദിക്കാൻ വരില്ല. പക്ഷെ ഒരു കാര്യം, അമ്മയുടെ മുമ്പിൽ കൺവിൻസിംഗ് ആയ ഒരു മറുപടി കൊടുക്കേണ്ടി വരും. എന്തിനമ്മ വിളിച്ചത്? എനിക്ക് ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അല്ല, നന്ദനോട് അമ്മയ്ക്ക് എന്തെങ്കിലും സംസാരിക്കുന്നതിന് ഞാനിവിടെ വെയിറ്റ് ചെയ്യേണ്ട കാര്യം എന്താ? കാര്യമുണ്ട്. ആവശ്യത്തിന് സ്വാതന്ത്ര്യം തന്നാ ഞാൻ നിന്നെ യതീന്ദ്രനെ വളർത്തിയത്.
ഒരിക്കലും മുറിക്കുള്ളിൽ അടച്ചു പൂട്ടിയിട്ടില്ല. മരുമക്കൾക്കും അതേ സ്വാതന്ത്ര്യം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു അമ്മയാണ് ഞാൻ. പക്ഷേ അതിര് വിടുന്നു എന്ന് തോന്നിയാൽ ഞാൻ ഇടപെടും. അതെ, സംസാരിക്കാൻ കുറെ സമയം എടുക്കുമെങ്കിൽ ഞാൻ പോയിട്ട് വരാം. ഇല്ലെങ്കിൽ നന്ദനോട് പറഞ്ഞാൽ മതി. വിവരങ്ങളൊക്കെ ഞാൻ ചോദിച്ചു മനസ്സിലാക്കിക്കോളാം. എങ്ങോട്ടാ നീ ഓടുന്നത്? കൃത്യസമയത്ത് എന്ന് റിപ്പോർട്ട് ചെയ്യാൻ കോടതിയിലേക്കോ ആശുപത്രിയിലേക്കോ ഒന്നും അല്ലല്ലോ നീ പോകുന്നത്. കാർത്തിക് അവിടെ നിന്നേ. ചില സ്വകാര്യങ്ങൾ ഏതൊരു വ്യക്തിക്കും കാണും. എന്നാ കുടുംബത്തെ ബാധിക്കുന്ന പ്രധാന കാര്യങ്ങൾ വീട്ടിലുള്ള എല്ലാവരും അറിഞ്ഞിരിക്കണം. അതിൽ രഹസ്യമൊന്നും ഉണ്ടാവാൻ പാടില്ല. നന്ദനയ്ക്കൊന്നും തോന്നരുത്. മോളോട് എനിക്ക് യാതൊരു നീരസവും ഇല്ല. എന്നാ ഒരു വിവരം അറിഞ്ഞപ്പോ അതിൽ ശരിയുണ്ടോന്നൊന്ന് തീർച്ചപ്പെടുത്തണമെന്ന് തോന്നി. മനസ്സിൽ കരടായിട്ട് കിടക്കുന്ന കാര്യങ്ങളാവുമ്പോ പ്രത്യേകിച്ചു. അമ്മ മാറ്റർ എന്താന്ന് ഇതുവരെ പറഞ്ഞില്ല. അതാ പറയാൻ തുടങ്ങുന്നത്. മോൾ എന്നോട് സത്യം പറയുമെന്നറിയാം. അതുകൊണ്ട് ചോദിക്കുക, ഇവനുമായിട്ടുള്ള കല്യാണത്തിന് മുമ്പ് നന്ദനെ ആരെങ്കിലും സ്നേഹിച്ചിരുന്നു? പെട്ടെന്ന് ഞാനിങ്ങനെ ചോദിച്ചപ്പോ കുട്ടിക്ക് വിഷമമായി കാണും. എന്നാലും പറ. ഈ അസംബന്ധം ചോദിക്കാനാണോ ഇത്ര ചുറ്റിക്കറങ്ങിയത്? തീർച്ചയായും നന്ദനയ്ക്ക് സ്നേഹമുണ്ടായിരുന്നു. ഉദയന്നൂരിലെ അമ്മ വിദ്യേച്ചി, പിന്നെ മരിച്ചുപോയ സേതുലക്ഷ്മി, അവരോടെല്ലാം നന്ദനയ്ക്ക് സ്നേഹമുണ്ട്. പ്രത്യേകിച്ച് മുത്തശ്ശിയോട്. അതൊരു പ്രത്യേക ഇന്റിമസിയാ. ആ സ്നേഹത്തിന്റെ കാര്യമല്ല ഞാൻ ചോദിച്ചത്. ഏതെങ്കിലും ആൺകുട്ടിയുമായി നന്ദന അടുപ്പത്തിലായിരുന്നോ എന്നാ എനിക്കറിയേണ്ടത്. പറഞ്ഞു മോളെ. അത് കാരണം ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവുന്ന മോള് പേടിക്കണ്ട. നന്ദനയ്ക്കൊരു പയ്യനുമായി ഇഷ്ടമായിരുന്നെന്നും നിങ്ങൾ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിരുന്നെന്നും ഒക്കെയാ ഞാൻ അറിഞ്ഞത്. മോളുടെ നാവിൽ നിന്ന് എനിക്ക് സത്യം അറിയണം.